അവൻ സാറിനെ ഫോൺ ചെയ്ത് വരുത്തിയ കാര്യം ഞാൻ അറിഞ്ഞതല്ല. നീലിമ പറഞ്ഞു. സിദ്ധാർത്ഥ് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥിന്റെ നോട്ടം സഹിക്കാനാവാതെ അവൾ മെല്ലെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, അവൻ അറിയാതെ ചെയ്തതാണ്. സാറിനെ ഇനി ഒരു കാര്യത്തിനും ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. സോറി. അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു. സർ ഇരിക്കൂ, ഞാനൊരു ചായ എടുക്കാം. സിദ്ധാർത്ഥ് അകത്തേക്ക് കയറി വന്നു. നീലിമ ചായ എടുക്കാൻ തിരിഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് അധികാരത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവന്റെ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ നീലിമ ആകെ വല്ലാതെയായി. സിദ്ധാർത്ഥ് അവളുടെ കണ്ണുകളിൽ നോക്കി. എന്നിട്ട് ചോദിച്ചു, വിൽ യു മാരി മീ? സിദ്ധാർത്ഥ് ചോദിച്ചത് കേട്ട് നീലിമ അമ്പരന്ന് പോയി. സർ, എന്താ ചോദിച്ചത്? എന്നെ കല്യാണം കഴിക്കാമോന്ന്. എന്താ, താൻ കേട്ടില്ലേ അത്? അവൻ സാറിനെ